ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് മോദി എന്നുള്ള പ്രചാരണങ്ങൾ പണ്ടും ഇപ്പോഴുമൊക്കെ പല രൂപത്തിലും നടക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ട് മനസ്സിലാവാത്തൊരു കാര്യം, ഇതൊക്കെ നടന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളും എന്നാൽ ലോകത്ത് ഭൂരിപക്ഷവുമായിട്ടുള്ള ക്രൈസ്തവ രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിലും ബുദ്ധ രാജ്യങ്ങളിലും ബുദ്ധന്മാർക്ക് സ്വാധീനമുള്ള രാജ്യങ്ങളിലുമൊക്കെ ഇത്രയും വലിയ സ്വീകാര്യത കിട്ടുന്നത് എന്ന് ഞാൻ ഈ വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാൻ പോകുന്നത്, ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സ്വീകരിക്കപ്പെടുന്നത്, എന്തു മാജിക്കാണ് അവിടെ നരേന്ദ്രമോദി കാണിക്കുന്നത് എന്ന്. ആദ്യം നരേന്ദ്രമോദിക്ക് വിവിധ ഇസ്ലാമിക രാജ്യങ്ങൾ നൽകിയിട്ടുള്ള അവാർഡുകളെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2019 ഓഗസ്റ്റില് ബഹ്റൈൻ എന്ന് പറയുന്ന നമ്മുടെ അറേബ്യൻ രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് ഏറ്റവും ഉയർന്ന ബഹുമതികളിൽ ഒന്നായ ദി കിങ് ഹമദ് ഓർഡർ ഓഫ് റിനൈസൻസ് കൊടുത്തുകൊണ്ടാണ്. എന്നാൽ UAE ആകട്ടെ അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് സായിദ് കൊടുത്തുകൊണ്ടാണ് ഓഗസ്റ്റിൽ നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. പാലസ്തീൻ, ഇന്നിപ്പോൾ വലിയ വിവാദമാവുന്ന ഒരു പേരാണ് പാലസ്തീൻ അവരുടെ ഏറ്റവും ഉയർന്ന അംഗീകാരങ്ങളിലൊന്നായ ഗ്രാൻഡ് കോളർ കൊടുത്താണ് 2018 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ 2016 ജൂണിൽ അമീർ അമാനുള്ള ഖാൻ അവാർഡ് കൊടുത്താണ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. സൗദി അറേബ്യ ആകട്ടെ ഏറ്റവും ഉയർന്ന ബഹുമതികളിലൊന്നായ കിങ് അബ്ദുൾ അസീസ് സാഷ് അവാർഡാണ് നരേന്ദ്രമോദിക്ക് 2016 നൽകിയത്. റൂൾ ഓഫ് നിഷാൻ ഇസുദ്ദീൻ എന്ന് പറയുന്ന അംഗീകാരം നൽകിക്കൊണ്ടാണ് മാലിദ്വീപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത്. ഇവിടം കൊണ്ടും കഴിഞ്ഞില്ല, ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ നരേന്ദ്രമോദിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഈജിപ്തിന്റെ കാര്യം നമുക്കെടുക്കാം. ഓർഡർ ഓഫ് നൈൽ എന്ന് പറയുന്ന ബഹുമതി കൊടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈജിപ്റ്റ് എന്ന് പറയുന്ന അറബ് രാജ്യം സ്വീകരിച്ചത്. അപ്പം നമുക്കിതിനകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ, സൗദി UAE എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ ആദരം നൽകുകയും ഒക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്? ഇപ്പോൾ ലോകത്തെ എല്ലാ ഭരണാധികാരികളും വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നത് പോലെ ഇത്തരം അംഗീകാരങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു ഭരണാധികാരിയും വരുന്നത് പോലെ ഒരു ചുവന്ന പരവതാനി വിരിച്ചു മാത്രം സ്വീകരിച്ചാൽ മതി, അതിൽ ഇന്ത്യക്കും അതൃപ്തിയൊന്നും ഉണ്ടാവില്ല, ധാരാളമാണ്. ആ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകണമെന്ന് ഒരിക്കലും നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. അതൊക്കെ ഒരു രാജ്യത്തിന് തോന്നിയാൽ മാത്രം ചെയ്യുന്നതാണ്. ഈ വ്യക്തി അതിന് അർഹനാണ് എന്ന് തോന്നിയാൽ മാത്രം ചെയ്താൽ മതി. അല്ലാതെ നരേന്ദ്രമോദിയെ പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ട് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് വേറൊന്നും നേടാനുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിലെ പ്രധാനമന്ത്രി, മുൻപും പല പ്രധാനമന്ത്രിമാരും നമുക്കുണ്ടായിരുന്നു, അവർക്കൊന്നും കൊടുക്കാത്ത അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്ലാമിക രാജ്യങ്ങൾ കൊടുക്കുന്നത്? ഇവിടെ കാണേണ്ടത് മോദിയുടെ രാഷ്ട്രീയം കൂടിയാണ്. RSSുമായി ബന്ധമുള്ള BJP എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയാണ് നരേന്ദ്രമോദിയുടേത്. അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് വളർന്നു വന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്ത്യൻ കൾച്ചറുമായും ഹിന്ദുത്വയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതേസമയം തന്നെ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ അറബ് ലോകത്തിന് സാധിച്ചു എന്നതാണ് ആദ്യമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മുടെ രാജ്യത്ത് പലരും ന്യൂനപക്ഷങ്ങളോടുള്ള ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ ഒരു സമയത്ത് ഞാൻ എല്ലാ ഭരണകൂടങ്ങളും എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ ആയിരുന്നുവെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെ പറയുന്നുമില്ല. പക്ഷെ പൊതുവേ ഈ ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാം വിഭാഗം, ക്രൈസ്തവ വിഭാഗം എന്നൊക്കെ പറഞ്ഞ് തരം തിരിച്ചിട്ട് ഇവരെ ഒരു വോട്ട് ബാങ്കായിട്ട് മാത്രം കണ്ടിരുന്നു പല കാലത്തും. ഈ മതപരമായി മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ അതിപ്പോഴും മാറിയിട്ടില്ല, ഈ ജാതി തിരിച്ചുകൊണ്ടും മനുഷ്യനെ വേർതിരിച്ച് നിർത്തിയ ഒരു വോട്ട് ബാങ്കായിട്ട് കണ്ടു. അപ്പോൾ ആ വോട്ട് ബാങ്ക്, ഫോർ എക്സാമ്പിൾ X എന്ന് പറയുന്ന ഒരു ജാതി, ആ ജാതിയിൽ ഒരു 2 കോടിയോ 5 കോടിയോ മനുഷ്യരുണ്ടെന്ന് വിചാരിക്കുക. ഒരു 2 or 3 സംസ്ഥാനത്ത് ഒരു 10-100-ലേറെ മണ്ഡലങ്ങൾ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ജനസംഖ്യയുള്ള ഒരു ജാതിയാണ് ഇത് എന്നുണ്ടെങ്കിൽ, ഈ ജാതിക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എന്തെങ്കിലും സംവരണമോ ഇളവുകളോ പ്രത്യേകമായിട്ട് ആ ജാതിക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികളോ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ജാതിയുടെ മെജോറിറ്റി വോട്ടും കൂടെ ഇങ്ങ് പോരുമെന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ജാതി സംവരണവും അതുപോലെ തന്നെ ഈ പറയുന്ന സെൻസസും ഒക്കെ ഇന്ന് വലിയ ചർച്ചയാവുകയാണ്. ജാതി സെൻസസ് വേണ്ട എന്ന് ഒരു കൂട്ടർ പറയുന്നു. നരേന്ദ്രമോദി അടക്കമുള്ളവർ ജാതി ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ വേണ്ട, ഇവിടെ ഇനിയും ജാതി വേണമെന്ന് രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാതി രാഷ്ട്രീയം, മതരാഷ്ട്രീയം ഒക്കെ ഇന്ത്യയിൽ വളരെ പ്രധാനമാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിനെ ഉപയോഗിക്കുന്നത് വോട്ട് ബാങ്കായിട്ട് മാത്രമാണ്, അല്ലാതെ ഇവരുടെ പ്രവൃത്തിയും ഇവർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ ബന്ധമില്ല എന്നതൊരു എക്സാമ്പിൾ കൊണ്ട് ഞാൻ പറയാം.
2.6 മില്യൺ ഇന്ത്യക്കാർ താമസിക്കുന്ന രാജ്യമാണ് UAE എന്ന് പറയുന്ന രാജ്യം. ഈ UAE എന്ന് പറയുന്ന രാജ്യത്തിൽ ഇന്ത്യയുടെ എത്ര പ്രധാനമന്ത്രിമാര് ഈ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? 1981 മെയ് മാസത്തിൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് നരേന്ദ്രമോദിക്ക് മുമ്പ് അവസാനമായിട്ട് ഈ UAE എന്ന് പറയുന്ന രാജ്യം സന്ദർശിച്ച ഭരണാധികാരി. അതിനുശേഷം ഇന്ത്യയിൽ ഒരുപാട് ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. പലതവണ കോൺഗ്രസ് ഭരിച്ചു, 2 ടേം മൻമോഹൻ സിംഗ് തന്നെ ഭരിച്ചു. അപ്പോഴൊന്നും ഈ പറയുന്ന UAEയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആരും പോയില്ല. 2010 സൗദി അറേബ്യയിലേക്ക് മൻമോഹൻ സിംഗ് ഒരു സന്ദർശനം നടത്തി. എന്നാൽ അപ്പോഴും UAEയിലേക്ക് അദ്ദേഹം പോയില്ല. എന്നാൽ 2014 അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട പോളിസികളിലൊന്നാണ് ആദ്യം അയൽവക്കക്കാര്, അത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം മാത്രം ഭരിച്ചു പരിചയമുള്ള നരേന്ദ്രമോദിക്ക് പോലും മനസ്സിലായി. രാജ്യം പതിറ്റാണ്ടുകളായി ഭരിച്ച കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആർക്കും ഇക്കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. സൗത്ത് ഈസ്റ്റ് മേഖലയിലും മിഡിൽ ഈസ്റ്റിലും ഇന്ത്യക്ക് പിടിമുറുക്കേണ്ടതായിട്ടുണ്ട്. സെൻട്രൽ ഏഷ്യയിലേക്ക് നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ആഫ്രിക്കയിൽ സ്വാധീനം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകാത്ത പലരുമായിരുന്നു നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ തീർച്ചയായും മൻമോഹൻ സിംഗ് ഒക്കെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതൊന്നും മതിയാകുമായിരുന്നില്ല ഈ രാജ്യത്തിന്. ഈ രാജ്യം ലീഡർഷിപ്പിന് വേണ്ടി ദാഹിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. നരേന്ദ്രമോദി എന്ത് ചെയ്തെന്നറിയാമോ? UAE എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് രാജ്യമാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുകയാണ്. 2015 അദ്ദേഹം ഓഗസ്റ്റ് 16, 17 തീയതികളിൽ UAE സന്ദർശിക്കുകയാണ്. അതിനുശേഷം 2018 ഫെബ്രുവരി 10, 11 തീയതികളിൽ അദ്ദേഹം UAEയിലേക്ക് പോവാണ്. 2019 23, 24 ഓഗസ്റ്റ് 23, 24 അദ്ദേഹം UAEയിലേക്ക് പോകുന്നു. 2022 ജൂൺ 28 അദ്ദേഹം UAEയിലേക്ക് പോകുന്നു. 2023 ജൂലൈ 15 2023 നവംബർ 30 മുതൽ ഡിസംബർ 2 വരെയുള്ള കാലയളവിലും അദ്ദേഹം UAEയിലേക്ക് പോവാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്നേഴ്സിൽ ഒന്നാണ് ഇന്ന് UAE. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ പോലെയുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന്റെ പ്രധാന കാരണവും ഇന്ത്യ മിഡിൽ ഈസ്റ്റിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. ഇന്ത്യയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദമാണ്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ബഹ്റൈനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഖത്തർ പുറമെയൊക്കെ വലിയ വാദമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഖത്തർ അമീറുമായിട്ട് മികച്ച ബന്ധമാണ് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുലർത്തുന്നത്. അതുകൊണ്ടാണ് വധശിക്ഷയ്ക്ക് വിധിച്ച 8 ഇന്ത്യക്കാരെ നമുക്ക് ആ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സാധിച്ചത്. ഒറ്റത്തവണ നരേന്ദ്രമോദി അമീറിനെ കണ്ടതേ ഉള്ളൂ. കഥ മാറിയത് നമുക്കറിയാം. UAEയിൽ വെച്ചാണ് കണ്ടത്, കാലാവസ്ഥ ഉച്ചകോടിയിൽ വെച്ചാണ്. ഒമാനുമായിട്ടുള്ള ബന്ധം, തന്ത്രപരമായ ബന്ധമാണ് ഇന്ത്യയും ഒമാനുമായിട്ട് ഇന്നുള്ളത്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് രാജ്യമായിട്ട് ഒമാൻ ഓൾറെഡി ഇന്ത്യയോടൊപ്പം ഉണ്ട്. ഇന്നത് കുറെ കൂടി അടുത്ത ബന്ധത്തിലേക്ക് പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു ഒമാൻ സുൽത്താൻ ഇന്ത്യ സന്ദർശിച്ചിരിക്കുകയാണ്, അതും മോദിയുടെ കാലഘട്ടത്തിൽ. ഈജിപ്തുമായിട്ടുള്ള ബന്ധം, ഈജിപ്തിലേക്ക് എത്തിയ നരേന്ദ്രമോദി ഈജിപ്റ്റ് ഗവൺമെന്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർത്തുന്നതും മികച്ച ബന്ധമാണ്. ഇന്ത്യ പുലർത്തുന്നത് മികച്ച ബന്ധമാണ്. ആഫ്രിക്കയിലുമുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ, വളരെ നല്ല ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട്, നമുക്കറിയാം സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ പലതും ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇറാൻ ഇസ്ലാമിക രാജ്യമാണ്. ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം ഏറ്റവും മികച്ച ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത്. ഇന്ത്യയുടെ പരമ്പരാഗതമായ സുഹൃത്ത് രാജ്യമാണ് ഇസ്രായേൽ എന്നാണല്ലോ വെപ്പ്. ആ ഇസ്രായേലിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി. നമ്മൾ ആലോചിക്കണം, 2014 ശേഷം അധികാരത്തിൽ വന്ന മോദിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രായേലിലേക്ക് പോകുന്നത്. ഔദ്യോഗികമായിട്ട് പാലസ്തീനും ഇസ്രായേലും സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. സോ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മാത്രമല്ല, മറ്റ് ഇതര മതവിഭാഗത്തിൽപ്പെടുന്നതും അല്ലാത്തതുമായ രാജ്യങ്ങളുമായിട്ട്, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെയുള്ള കമ്മ്യൂണിസത്തിന് പ്രസക്തമായ സ്വാധീനമുള്ള രാജ്യങ്ങളുമായും ഇന്ത്യക്ക് ബന്ധമുണ്ട്. അപ്പോൾ ഇന്ത്യ ലോകത്തെ പല രാജ്യങ്ങളുമായിട്ടും ബന്ധമുണ്ടാക്കുന്നത് അത് ഇന്ത്യയുടെ ഒരു പരമ്പരാഗതമായ ശൈലിയിലാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ 3 or 4 തവണ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായി ആ രാജ്യവുമായിട്ടുള്ള അടുപ്പം കൂടും. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഭരണകൂടത്തെയും ജനങ്ങളെയും ചേർത്തുകൊണ്ടാണ്. അല്ലാതെ ഫിസിക്കലായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ ലാൻഡിനോ അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന ലാൻഡിനോ പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒന്നും ചെയ്യാനില്ല. ഈ രാജ്യം അല്ലെങ്കിൽ ഈ ഭൂപ്രദേശം ഭരിക്കുന്ന ജനങ്ങളും അല്ലെങ്കിൽ ഭരണാധികാരിയുമാണ് ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധമെന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ ഈ ലാൻഡും ചൈനീസ് ലാൻഡും തമ്മിൽ ചർച്ച നടത്തി ഉണ്ടാക്കിയ ബന്ധമല്ല, ഭരണാധികാരികളും ഭരണകൂടങ്ങളും തമ്മിൽ ഉണ്ടാക്കേണ്ട ബന്ധമാണ്. ഇപ്പോൾ മാൽഡീവ്സും നമ്മുടെ മുമ്പിലുള്ള ഒരു എക്സാമ്പിളാണ്. മുൻ ഭരണകൂടം ഇന്ത്യക്ക് അനുകൂലമായിരുന്നു.
രണ്ടാമത് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം ഒരു ചൈനയോട് ചെറിയ ചായ്വുള്ള ഭരണകൂടമാണ്. പക്ഷേ ഇന്ത്യയെ പിണക്കാൻ കഴിയാത്തത് കൊണ്ട് ന്യൂട്രലായിട്ട് നിന്ന് പോകുന്ന ഒരു ഭരണകൂടമാണ്. അപ്പോൾ ഭരണകൂടവും ഭരണാധികാരിയും മാറുമ്പോൾ തീരുമാനങ്ങൾ മാറും. അർജന്റീന ആദ്യം ബ്രിക്സിൽ ചേരാൻ താല്പര്യം അറിയിച്ചു. അന്നത്തെ ഭരണകൂടത്തിന്റെ താല്പര്യം അതായിരുന്നു. പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നപ്പോൾ അവർ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറി. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വളരെ പ്രധാനമാണ് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം. കാരണം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒക്കെ തന്നെയാണ് ആ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത്, നയങ്ങൾ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം തീരുമാനിക്കുന്നതും രൂപീകരിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ഇന്ത്യയിലും മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിലും ഉണ്ടാവുന്നത് പോലെ 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന് ഭരണാധികാരി മാറുന്നില്ല. അറബ് രാജ്യങ്ങളിൽ രാജഭരണമായതുകൊണ്ട് തന്നെ അവിടെ ഭരണാധികാരിയുടെ മരണം വരെ അദ്ദേഹം രാജാവായി തുടരും. അത്തരം രാജ്യങ്ങളുമായിട്ട് വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ UAE-യുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിബന്ധം UAE ഭരണാധികാരിക്കും മറ്റ് എമിറേറ്റ്സിനുമൊക്കെ വളരെ നല്ല ബന്ധമാണ് നരേന്ദ്രമോദിയുമായിട്ടുള്ളത്. അത് ഇന്ത്യ UAE ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കും. ഇറ്റലിയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം, US-ഉമായിട്ടുള്ള ബന്ധം. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾ നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നത് നരേന്ദ്രമോദിയുടെ അവരോടുള്ള പെരുമാറ്റവും ആ രാജ്യങ്ങളോടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ മോദി ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങളുമാണ്. ഒപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു വ്യക്തിത്വമല്ല എന്ന അവരുടെ തിരിച്ചറിവും കൂടിയാണ്. ആ രാജ്യങ്ങളും ഭരണകൂടവും മോദിയെയും മോദി ഗവൺമെന്റിന്റെ ഇടപെടലുകളെയും മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നതും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതും. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മെജോറിറ്റി, ഞാൻ എല്ലാം എന്ന് പറയുന്നില്ല, ഇപ്പൊ തുർക്കി, പാകിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ചിലപ്പോൾ നരേന്ദ്രമോദിയെ പൂർണ്ണമായി ഇഷ്ടമായെന്നോ ഉൾക്കൊള്ളാൻ പറ്റിയെന്നോ വരില്ല. പക്ഷെ മെജോറിറ്റി രാജ്യങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലാലേട്ടൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെ എന്തോ വലിയ ഇഷ്ടമാണ്.